സംയുക്ത സംരംഭങ്ങളുടെ നേട്ടങ്ങളാണ് ഈ ക്ലാസ്സിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നാലാമതായി സാങ്കേതിക വിദ്യയുടെ ഉപയോഗപ്പെടുത്തൽ. സംയുക്ത സംരംഭങ്ങളിൽ ഒന്നോ രണ്ടോ അതിലധികമോ ബിസിനസ്സുകൾ ഒരുമിച്ച് ചേരുന്നുണ്ടല്ലോ. അപ്പോൾ ഇവയുടെ എല്ലാം കയ്യിൽ അവരുടേതായ രീതിയിൽ ഉള്ള സാങ്കേതിക വിദ്യകൾ കാണും. ഇതെല്ലാം ആ ഒരു സംയുക്ത സംരംഭത്തിന് ഉപയോഗിക്കാൻ പറ്റും. സോ ഇവരുടെ എല്ലാ കഴിവിൻ്റെ ഗുണങ്ങളും സംയുക്ത സംരംഭത്തിന് കിട്ടും. അതുപോലെ പുതുമകൾ കണ്ടെത്തൽ. പല പല ആളുകൾ, പല പല ബിസിനസ്സുകൾ അല്ലെങ്കിൽ പല പല രാജ്യത്തു നിന്നുള്ള ബിസിനസ്സുകളൊക്കെ ഒരുമിച്ച് ചേരുമ്പോൾ ഒരുപാട് പുതിയ പുതിയ ഐഡിയകൾ വരികയും അങ്ങനെ പുതിയ പുതിയ ബിസിനസ് സംരംഭങ്ങളും പുതിയ പുതിയ ബിസിനസ് രീതികളുമൊക്കെ തുടങ്ങാനായിട്ട് സംയുക്ത സംരംഭങ്ങൾക്ക് എളുപ്പത്തിൽ പറ്റും. ഇപ്പം ഒരു വ്യക്തി മാത്രം ചേർന്നൊരു ബിസിനസ് നടത്തുകയാണ്. അപ്പോൾ ആ ബിസിനസ്സിൽ നടത്തുന്ന പുതുമകളും അല്ലെങ്കിൽ കണ്ടുപിടുത്തങ്ങളും ഒക്കെ ആ വ്യക്തിയിൽ മാത്രം ഒതുങ്ങിയിരിക്കും. സംയുക്ത സംരംഭങ്ങളിൽ ഒരുപാട് വ്യക്തികളുണ്ട്. അവരുടെ എല്ലാ ചിന്തകൾ സംയുക്ത സംരംഭത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കും. മറ്റൊരു ഗുണമാണ് സ്ഥാപിത ബ്രാൻഡ് നാമം. രണ്ടോ അതിലധികമോ ബിസിനസ്സുകൾ ഒരുമിച്ച് ചേരുമ്പോൾ ഒരു ബിസിനസ്സിന് മറ്റൊരു ബിസിനസ്സിൻ്റെ ബ്രാൻഡിൻ്റെ നാമത്തിൻ്റെ ഗുണം കിട്ടുന്നു. ഇപ്പോൾ സ്റ്റാർബക്സും ടാറ്റയും ചേർന്ന് തുടങ്ങിയപ്പോൾ രണ്ടുപേർക്കും നല്ല ബ്രാൻഡ് നാമം ഉള്ളതാണ്. അപ്പം ആ സ്റ്റാർബക്സിൻ്റെ പേരിൻ്റെ ഗുണവും ടാറ്റയുടെ പേരിൻ്റെ ഗുണവും ഒരുമിച്ച് ടാറ്റ സ്റ്റാർബക്സ് എന്ന് പറഞ്ഞ സംയുക്ത സംരംഭത്തിന് കിട്ടുകയാണ്. അതും അവരുടെ ആ ഒരു ബിസിനസ്സിനെ വളർത്തുന്ന ഒരു ഘടകമാണ്. അപ്പോൾ ഇത്രയുമൊക്കെയാണ് സംയുക്ത സംരംഭത്തിൻ്റെ മേന്മകൾ വരുന്നത്.